ഹലോ, എല്ലാവർക്കും എൻ്റെ ഹൃദയം നിറഞ്ഞ വിഷു ആശംസകൾ. എല്ലാവരും വിഷുവിൻ്റെ തിരക്കിലൊക്കെ ആയിരിക്കും അല്ലേ? എൻ്റെ ലൈഫിലും ഞാൻ ഒരുപാട് മെമ്മറീസ് ക്രിയേറ്റ് ചെയ്യുന്ന ദിവസമായിരുന്നു വിഷു എന്ന് പറയുന്നത്. പ്രവാസിയായ ശേഷം ആ ദിവസത്താകുമ്പോൾ വല്ലാത്തൊരു മിസ്സിങ്. അമ്മ രാവിലെ വിഷുക്കണിയൊക്കെ ഒരുക്കി വെച്ചിട്ട് ഞങ്ങളന്ന് വിളിച്ചുകൊണ്ടത് കാണിക്കാൻ കൊണ്ടുപോകാൻ തോന്നും. അച്ഛനെ വിഷു കൈനീട്ടാൻ വാങ്ങാൻ വേണ്ടി നിൽക്കുന്നതും അതെയും ഫ്രണ്ട്സ് എല്ലാം ഒത്ത് ഞങ്ങൾ അമ്പലങ്ങളിലൊക്കെ പോയി ചുറ്റി കറങ്ങി ഉച്ചയൊക്കെ ആകുമ്പോൾ വന്ന് വിഷു സദ്യയൊക്കെ കഴിച്ച് ഒരുപാട് നല്ല മെമ്മറീസ് ക്രിയേറ്റ് ചെയ്യുന്ന ദിവസമായിരുന്നു. എനിവേസ്, വിഷുവായിട്ട് ഞാൻ അച്ഛനും അമ്മയ്ക്കും പെങ്ങൾക്ക് ഒരു വിഷു ഹാമർ സെറ്റ് ചെയ്യണമെന്ന് വിചാരിച്ചായിരുന്നു. അതിനുവേണ്ടി എന്നെ ഒരുപാട് ഹെൽപ്പ് ചെയ്തത് ആർട്ട് കോർണർ എന്ന് പറഞ്ഞൊരു പേജുണ്ട്. സോ അവരെന്നെ ഈ കാര്യത്തിൽ ഭയങ്കരമായിട്ട് സപ്പോർട്ട് ചെയ്ത് ഞാൻ എങ്ങനെയാണോ അറേഞ്ച് ചെയ്യണമെന്ന് വെച്ചാൽ അതേപോലെ അവരെനിക്കത് സെറ്റ് ചെയ്ത് തന്നിട്ടുണ്ട്. ഞാൻ താങ്ക് യു സോ മച്ച് പേഴ്സണൽ ഫോർ ദാറ്റ്. അതെൻ്റെ ഒരു ഫ്രണ്ടിൻ്റെ അഡ്രസ്സിലേക്ക് ഞാൻ അയക്കാൻ പറഞ്ഞത്. സോ ഫ്രണ്ട്സ് എന്ന് പറയുമ്പോൾ അറിയാമല്ലോ, നമ്മുടെ ഈ പ്രവാസിയായിട്ടുള്ള ആൾക്കാർക്ക് ഭയങ്കര ഒരു സ്ട്രെങ്ത്താണ് അവന്മാർ. നമ്മുടെ വീട്ടിൽ എന്തെങ്കിലും ഉണ്ടെങ്കിലോ നമ്മളെന്തെങ്കിലും വിളിച്ച് പറഞ്ഞാലോ നമ്മൾ ചെയ്യുന്നതിനെക്കാട്ടി കുറച്ചുകൂടി നല്ല ബെറ്ററായിട്ട് അവന്മാർ അത് ചെയ്ത് കഴിയും. സോ ആ ഒരു കാര്യത്തിൽ ഞാൻ ഭയങ്കര ബ്ലെസ്ഡാണ്. കുറച്ച് നല്ല കൂട്ടുകാരിൽ ഞാൻ ഭയങ്കര ബ്ലെസ്ഡാണ്. എന്നാലും ഞാൻ അമ്മ വിളിച്ച് പറഞ്ഞാൽ ഇതൊക്കെ നമ്മളെ ഏറ്റവും ടെൻഷൻ അടിക്കാതെ മനസ്സ് വിചാരിച്ചാൽ എന്തോ നമുക്കിവിടെ കിട്ടി വരും, വാട്സാപ്പിലെത്തും. അളിയൻ പറഞ്ഞ പോലെ തന്നെ എല്ലാം നമ്മൾ സെറ്റാക്കിയിരിക്കും. അളിയൻ എങ്ങനെയാ പറയുന്നത് അത് കൂട്ടും, ഇത് നമ്മൾ കലക്കും എന്തോ പറഞ്ഞ്. സോ എന്തായാലും നമുക്ക് ആ വിഷ്വൽസ് ഒന്ന് കാണാം. എന്തിനായെന്ന് എനിക്കറിയത്തില്ല. എന്തായാലും എങ്ങോട്ടാണ് അച്ഛനെ അമ്മേനെ ഞെട്ടിക്കണം. മാധവ മാമവദേവ കൃഷ്ണ യാദവ കൃഷ്ണ യദുകുല കൃഷ്ണ മാധവ മാമവദേവ കൃഷ്ണ യാദവ കൃഷ്ണ യദുകുല കൃഷ്ണ മാധവ മാമവദേവ കൃഷ്ണ യാദവ കൃഷ്ണ.